പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം എളുപ്പം തീരില്ല. ഹിജാബ് ധരിച്ച് പഠനം തുടരാൻ അനുവദിക്കണമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥിനിയുടെ കുടുംബം. നേരത്തെ സ്കൂളിൽ നിന്നും TC വാങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് പെൺകുട്ടിയുടെ കുടുംബം ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. അതുവരെ കാത്തിരിക്കുക എന്നതാണ് കുടുംബം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് തുടർ തീരുമാനം കൈക്കൊള്ളാനാണ് കുടുംബം ഒരുങ്ങുന്നത്. കേസിൽ കുടുംബം കക്ഷി ചേർന്നിട്ടില്ല. അതിനുള്ള സാധ്യത അടക്കം ഇനിയും ആരായും. വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുമ്പോൾ വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങുമെന്നതാണ് ഇവിടെയുള്ള പ്രതിസന്ധി. നേരത്തെ ഹിജാബ് ധരിച്ചെത്തിയാലും കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയാലും പഠിപ്പിക്കണം, പുറത്താക്കരുതെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷണൽ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നു. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് രണ്ടും സ്കൂൾ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഇതിനെതിരെയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. DDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഇതിനിടയിലാണ് ഹിജാബ് വിഷയം വിവാദമായ സാഹചര്യത്തിൽ കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും തുടർന്ന് ഈ സ്കൂളിൽ പഠിക്കാൻ തയ്യാറല്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചത്. TC വാങ്ങി മറ്റൊരു സ്കൂളിൽ കുട്ടിയെ ചേർക്കുമെന്ന് പിതാവ് അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടാകുമെന്ന തീരുമാനത്തിലാണ് മുൻ നിലപാടിൽ നിന്ന് കുടുംബം മാറുന്നത്. അതിനിടെ ശിരോവസ്ത്രം ധരിച്ചതിന് സ്കൂളിൽ നിന്ന് വിലക്കിയ കുട്ടിക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ വാങ്ങി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചിരുന്നു. ഇതിനായി പ്രത്യേക ഉത്തരവും ഇറക്കും. തുടർ പഠനത്തിന് എല്ലാ സഹായങ്ങളും നൽകും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടായാൽ മാനേജ്മെന്റ് അതിന് ഉത്തരവാദിയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അതിനിടെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചരണം നടത്തിയെന്ന് പരാതിയിൽ സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ കേസെടുത്തേക്കും. PTA എക്സിക്യൂട്ടീവ് അംഗമായ ജമീർ ആണ് പരാതി നൽകിയത്. സൈബർ പോലീസിന് നൽകിയ പരാതി പള്ളുരുത്തി കസബ സ്റ്റേഷനിലേക്ക് മാറ്റി. വിഷയത്തിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം രംഗത്ത് വന്നിരുന്നു. സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്നത് ചിത്രശക്തികളുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിപ്പിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി, എന്നാൽ പരിഹരിച്ചില്ല. പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് കുറ്റമായി കാണാൻ പറ്റില്ലല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശിവൻകുട്ടി വ്യക്തിപരമായി ഒരു സ്റ്റാൻഡ് എടുത്തു. അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു. എന്നാൽ ആത്യന്തികമായി നോക്കിയാൽ കേരളത്തിൽ കുട്ടിയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. കുട്ടീന് വേറെ സ്കൂൾ നോക്കണം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു എന്നതാണ് വസ്തുത. വിഷയത്തിൽ മുസ്ലിം ലീഗ് ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ഛിദ്രശക്തികൾ പ്രശ്നമോദി വീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. രംഗം വഷളാക്കാൻ വേണ്ടി എരുത്തിയിൽ എണ്ണയൊഴിക്കാൻ ഞങ്ങളുണ്ടാകില്ല. ഒരു വർഗീയ സാഹചര്യം കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇതിന് പിറകിൽ. പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തി ചില ശക്തികൾ, അവരാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പിറകിലുള്ളവർ. ലീഗിനെ പോലുള്ള പാർട്ടികൾ അതുകൊണ്ടാണ് സംയമനം പാലിച്ച് നിരീക്ഷിച്ചത്. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കാറില്ല. എന്നാൽ ഇത് മോശമാണ്, അദ്ദേഹം പറഞ്ഞു.